ഹലോ! ഓഫീസിൽ പോകുന്നവർക്കും മടി പിടിച്ചിരിക്കുന്നവർക്കും പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റം ആണ് ട്ടോ ഇത്. കുറേ കറികളൊന്നും വേണ്ട, ഈ ഒരൊറ്റ സാധനം തന്നെ ധാരാളമാണ് ട്ടോ. ഇന്നത്തെ കുക്കിംഗ് ഞാനല്ല ട്ടോ. ദാണ്ടെ ഈ മുതലാണ് ഇന്ന് കുക്ക് ചെയ്ത് എനിക്ക് തരാൻ പോകുന്നത്. പുറത്തു പോകാൻ റെഡിയായിട്ട് നിന്നപ്പോഴാണ് ട്ടോ ഞാൻ ഈ വീഡിയോ കൊണ്ട് ചെന്നത്. കുക്ക് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഞാൻ എല്ലാ സാധനങ്ങളും അരിഞ്ഞു പിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. ഇതിന് ആവശ്യമായ സാധനങ്ങൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, തക്കാളി. അപ്പൊ തുടങ്ങിയാലോ? നോട്ട് ദ പോയിന്റ്, ഇതെല്ലാം ചെയ്തത് ഞാനാണ് ട്ടോ. കുക്ക് ചെയ്യുന്നത് മാത്രമേ ഞാൻ അവക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുള്ളൂ. ഗ്യാസ് ഓണാക്കി പാത്രം വെച്ച് ചൂടാകുമ്പോഴാണ് എണ്ണ ഒഴിക്കുന്നത്. അതെല്ലാവർക്കും അറിയാലോ അല്ലേ? ചൂടെണ്ണയിൽ വെള്ളത്തിന്റെ ഈർപ്പം തട്ടിയാൽ എന്തായാലും ഓന്നല്ല ആന്ന് വിളിച്ച് ഓടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വിഷയത്തിൽ നിന്ന് വഴുതി മാറി പോകുന്നുണ്ട്. പിന്നെ നമുക്ക് സവാള ഇടാം. സവാള നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്യുക. ഈ കുക്ക് ചെയ്യുന്നതിനെയും കാട്ടി കുക്ക് ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കാൻ നല്ല രസമാണല്ലേ. എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ സംഭവം. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം തക്കാളി ഇട്ട് നല്ല രീതിക്ക് ഒന്ന് വഴട്ടുന്നുണ്ട്. ഫസ്റ്റ് ടൈം ആയിട്ട് അനിയത്തി മുട്ടച്ചോറ് ഉണ്ടാക്കി തന്നപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പുറത്ത് പോകുന്ന അവളെ കൊണ്ട് തന്നെ സെക്കൻഡ് ടൈം ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. സവാളയും തക്കാളിയും നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മുടെ മസാലകളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ആവശ്യത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും നമുക്കിവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല രീതിക്ക് മിക്സ് ചെയ്തതിനു ശേഷം ഇവളൊന്ന് ലെവൽ ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഐറ്റമായ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ 4 മുട്ടയാണ് എടുക്കുന്നത്. ഇതിന്റെ കൂടെ കറിവേപ്പിലയും നമ്മുടെ മല്ലിയിലയും കൂടി ഇടുന്നവരുണ്ട് കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇടാത്തത് കേട്ടോ. ആവശ്യമുള്ളവർക്ക് അതും കൂടി യൂസ് ചെയ്യാം. മുട്ടയിൽ നല്ല രീതിക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചിക്കി കൊടുക്കുന്നത്. മുട്ടയും മസാല എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായി ചോറിടുക. ആളെണ്ണ അനുസരിച്ച് നമുക്കിവിടെ ചോറ് എടുക്കാം കേട്ടോ. ചോറും മസാലയും കൂടി എല്ലാം കൂടി ഒന്ന് ചിക്കി എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലൊരു കിടിലൻ ഐറ്റം നമുക്ക് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഓഫീസിൽ കൊണ്ടുപോകാനും മടി പിടിച്ചിരിക്കുന്നവർക്കും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മെയിൻ ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. സമയപരിമിതി ഉള്ളത് കൊണ്ട് വെറും 2 മിനിറ്റ് തന്നെ നിങ്ങൾക്ക് എന്തായാലും തയ്യാറാക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും. തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മുട്ടച്ചോറ് മാത്രമായിട്ട് കഴിക്കാൻ രസമില്ലാത്തതുകൊണ്ട് കൂടെ ഒരു സലാഡും ഇഞ്ചി അച്ചാറും പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വീണ്ടും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.